നമ്മൾ വീടിൻ്റെ ശുദ്ധീകരണത്തിനായി ചന്ദനത്തിരികൾ കത്തിച്ചു വയ്ക്കാറുണ്ട്. എയർ ഫ്രഷ്നേഴ്സും സ്പ്രേ ചെയ്യാറുണ്ട്. ഇതുകൊണ്ടൊന്നും വീടിൻ്റെ എനർജിയെ ചേഞ്ച് ആക്കാൻ പറ്റില്ല. വീടിൻ്റെ എനർജി നമ്മുടെ ചിന്തകളും വാക്കുകളും കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ. അവർ തോട്ട്സ് ആൻഡ് വേർഡ്സ് ഇൻ ദി ഹൗസ് ഷുഡ് ബി ഇൻ ഹൈ എനർജി. പരസ്പരം അംഗീകരിക്കുക, വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പരസ്പരം മിണ്ടാതിരിക്കുന്ന ശീലവും നിർത്തുക. അടുത്തതായി പുതിയ ഒരു സംസ്കാരം കൂടി നമുക്ക് വീടുകളിൽ തുടങ്ങി വയ്ക്കാം. ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുക, താങ്ക് യു പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. പരാതികളല്ല, അതല്ല, ഇതല്ല, ഇങ്ങനെയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല, ആളുകൾ ശരിയല്ല, ഈ രാജ്യവും ഈ ലോകവും നല്ലതല്ല. ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിമർശനങ്ങളും പരാതികളും നമ്മുടെ എനർജി ഫീൽഡിനെ ഡൗൺ ആക്കും. നമ്മുടെ എനർജി ഫീൽഡ് ഡൗൺ ആയാൽ വീടിൻ്റെ ഊർജവും ഡൗൺ ആവും. അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ പരമാത്മാവിന് നന്ദി പറയും. നന്ദി പറയുന്നതിലൂടെ അവിടുത്തെ എനർജി ഹൈ ആവും. നമുക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതിനൊക്കെ നന്ദി പറയുക. നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന ചിന്തയിൽ നന്ദി പറയുക. എന്നാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇതിന് വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല. ചെറുതായി ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പരാതി പറയാൻ തുടങ്ങും. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. നിങ്ങൾ ഇരിക്കുന്ന കസേരകൾ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ കസേരകൾക്ക് നന്ദി പറഞ്ഞോ? താങ്ക് യു പറഞ്ഞോ? നിങ്ങൾ ആരും താങ്ക് യു പറഞ്ഞില്ല അല്ലേ? പെർഫെക്റ്റ് ചെയർസ് ആണ് കിട്ടിയത്, എന്നിട്ടും താങ്ക് യു പറഞ്ഞില്ല. എന്നാൽ നിങ്ങളുടെ ചെയർ ചെറുതായി ഒന്ന് ഇളകുകയോ കാലുകൾ ആടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സമയം മുഴുവനും നിങ്ങൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചെയർ എന്താണ് ഇങ്ങനെ, എന്താണിത് ഇളകുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ആറ്റിറ്റ്യൂഡ്. എല്ലാം നന്നായി വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നന്ദിയുള്ളവരാവില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ കംപ്ലയിൻസും ക്രിറ്റിസിസവും ഒക്കെ വേഗം തുടങ്ങും. ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ എനർജി ഡൗൺ ആവാൻ തുടങ്ങും. ഓരോരോ കാര്യങ്ങൾക്കും നന്ദി പറയുക. വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും ഓരോ ഫാമിലി മെമ്പേഴ്സിനും നന്ദി പറയുക. വീട്ടിലുള്ള ഓരോ വസ്തുക്കൾക്കും നന്ദി പറയുക. വീട്ടിലേക്ക് വരുന്ന ധനത്തിന് നന്ദി പറയുക. നമുക്ക് നന്ദി പറയാൻ അത്രയധികം കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പരാതി പറയുന്ന സ്വഭാവമാണ് നമ്മളിലുള്ളത്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സംസ്കാരമായിരിക്കും ഓരോ ആത്മാവിലും ഉണ്ടാവുക. പരാതി പറയുന്ന സംസ്കാരമാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ പരാതി പറയുന്ന സംസ്കാരങ്ങൾ ഇല്ലാതാകാനും തുടങ്ങും. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, താങ്ക് യു പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലായ്മയുടെ എനർജി ഓഫ് ലാക്ക് പോകാൻ തുടങ്ങും. ഇല്ലായ്മയുടെ എനർജിയും വീടിൻ്റെ എനർജിയെ ഡൗൺ ആക്കും. ഇല്ല, പോരാ എന്ന എനർജി നമ്മളെ സംതൃപ്തമാകാൻ സമ്മതിക്കില്ല. വീട്ടിൽ സന്തുഷ്ടത ഉണ്ടാവില്ല. 25-30 വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ വളരെ സന്തുഷ്ടരായിരുന്നു. അന്ന് വീടുകളിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടും ചെറുതായിരുന്നു. വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ടിവിയും ഫോണും ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ സന്തുഷ്ടരായിരുന്നു. ഇന്ന് വലിയ വീടുകളുണ്ട്. 1-2 വീടുകൾ ഓരോരുത്തർക്കും ഉണ്ട്. 2 കാറുണ്ട്. പക്ഷേ ഇല്ലായ്മയുടെ, കുറവുകളുടെ ആറ്റിറ്റ്യൂഡും വർദ്ധിച്ചു വന്നു. ഇനിയും വേണം, ഇനിയും വേണം, ഇപ്പോഴുള്ളത് പോരാ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു. ഇല്ല, പോരാ എന്ന വാക്കുകളെ നമ്മുടെ വീടുകളിൽ നിന്നും തുടച്ചു നീക്കണം. ഇല്ല എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ ചേഞ്ച് ചെയ്ത് ധാരാളം ഉണ്ട്, സമൃദ്ധമായി ഉണ്ട് എന്നാക്കി മാറ്റണം. എത്ര വേണമോ അതിലധികം നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ വീട്ടിൽ എല്ലാം ധാരാളം ഉണ്ട്, എത്ര വേണമോ അതിലും അധികമുണ്ട്. ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും പ്രസാദം ഉണ്ടാക്കുമ്പോൾ
പ്രസാദം എത്രയുണ്ട് എന്ന് നോക്കാൻ ആരെയും അനുവദിക്കാറില്ല. ആരെങ്കിലും പ്രസാദം നോക്കിയിട്ട് ഇത് തികയുമോ, എല്ലാവർക്കും മതിയാവുമോ എന്ന ഒരു തോട്ട് പോലും ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിൽ ഒരിക്കലും പ്രസാദം തീർന്നു പോകാറില്ല. ഇത് സിമ്പിൾ സയൻസാണ്. കുറവാണ് എന്ന് ആരും ചിന്തിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ പ്രസാദം ഒരിക്കലും തികയാതെ പോകുന്നുമില്ല. എപ്പോഴും നിറയെ ഉണ്ടാകും. എന്നാൽ നമ്മളോ ഇത് പോരാ, ഇത് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പോരായ്മയുടെ ഈ എനർജി വീടിൻ്റെ എനർജിയെയും താഴേക്ക് വലിക്കുന്നു. പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരിക്കലും സന്തുഷ്ടത ലഭിക്കുന്നില്ല. കാരണം എപ്പോഴും എന്തെങ്കിലും കുറവുകളും ഇല്ലായ്മകളും അവിടെ ഉണ്ടാവും. ഇനി ഒന്നിനും ഒരു കുറവും ഇല്ലെങ്കിൽ അവിടെ സമയമില്ല എന്നൊരു പരാതിയെങ്കിലും ഉണ്ടാവാറുണ്ട്. തീരെ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ മൈസെൽഫ്. എനിക്ക് തീരെ സമയമില്ല. എനിക്ക് അവനവന് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല. കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. വീടിൻ്റെ എനർജിയിൽ ഇല്ലായ്മകളുടെ സംസ്കാരമല്ല, മറിച്ച് സമൃദ്ധിയുടെ സംസ്കാരമാണ് ഉണ്ടാവേണ്ടത്. എനിക്ക് എത്ര വേണമോ അതിലും ഒരുപാട് കൂടുതലുണ്ട്. ഇതൊരു ചിന്തയും സംസ്കാരവും ഭാഷയുമാണ്. എല്ലാവർക്കും ഭക്ഷണം തികയുമോ? ഇങ്ങനെ ആരെങ്കിലും കിച്ചണിൽ വന്ന് ചോദിച്ചാൽ തീർച്ചയായും ധാരാളമുണ്ട് ഇങ്ങനെ പറയാവൂ. കിച്ചണിൽ എത്ര ഭക്ഷണമുണ്ട് എന്ന് നോക്കാൻ അവരെ ആരെയും സമ്മതിക്കരുത്. താങ്കൾ നന്നായി കഴിക്കൂ, ഭക്ഷണം ധാരാളമുണ്ട് ഇങ്ങനെ വേണം പറയാൻ. ഭക്ഷണം കുറവേ ഉള്ളൂ എന്നൊരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ പോലും വരരുത്. അതിലൂടെയാണ് മാജിക് ഉണ്ടാവുന്നത്. എല്ലാം സമൃദ്ധമായി ഉണ്ട്, നിറയെ ഉണ്ട്. ഹൈ എനർജി പ്ലേസസിലെ അതേ എനർജി നമ്മുടെ വീടുകളിലും കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മുടെ വീടുകളും ഹൈ എനർജി ഹോംസ് ആവുകയുള്ളൂ. നമ്മുടെ പക്കൽ എന്തെല്ലാമാണ് പര്യാപ്തമായി ഉള്ളത്? പറയൂ. നമ്മുടെ പക്കൽ എന്തെല്ലാമാണ് ധാരാളമായി ഉള്ളത്? നമ്മുടെ പക്കൽ സമയം എത്രയുണ്ട്? എത്ര സമയമുണ്ട്? ധാരാളം സമയമുണ്ട്. ധനം എത്രയുണ്ട്? ധനം, സാധന സാമഗ്രികൾ ഇതെല്ലാം എത്രയുണ്ട്? സമൃദ്ധമായി ഉണ്ട്. വളരെ കുറച്ച് പണമേ കയ്യിലുള്ളൂ എങ്കിലും ധാരാളമുണ്ട്. പണം ധാരാളമുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പക്കൽ എത്രയുണ്ട് എന്നതിലല്ല കാര്യം, ഉള്ളതിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ചില ആളുകൾ അസുഖം വന്ന് വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. എന്നാൽ അവരെല്ലാവരോടും ഞാൻ സുഖമായിരിക്കുന്നു, ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറയുക. വേറെ ചിലരുണ്ട്, ചെറിയൊരു വേദന വന്നാൽ മതി, ചെറിയ പല്ലുവേദന വന്നാൽ തന്നെ മതി, അവരതേക്കുറിച്ച് വലുതാക്കി പറയാൻ തുടങ്ങും. ഒരാഴ്ചയായി തീരെ വയ്യ, വേദനയുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അസുഖത്തിലല്ല കാര്യം, അസുഖത്തോടുള്ള മനോഭാവമാണ് പ്രധാനം. വീട്ടിൽ എന്തുണ്ട് എന്നതിലല്ല, അതേക്കുറിച്ചുള്ള മനോഭാവമാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് നന്ദിയുടെ മനോഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്. സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് എബണ്ടൻസ്. വീട്ടിൽ എല്ലാം ധാരാളം ഉണ്ട്. ഇല്ല എന്നൊരു വാക്ക് വീട്ടിൽ ആരെയും പറയാൻ പോലും സമ്മതിക്കരുത്. ഭാഷയെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റണം. ഒന്നിനും ഒരു കുറവുമില്ല. നമ്മുടെ പക്കൽ എത്ര ആവശ്യമുണ്ടോ അതിലും അധികമുണ്ട് എന്നേ എപ്പോഴും പറയാവൂ. അപ്പോൾ വീടിൻ്റെ എനർജി പതുക്കെ ഉയരാൻ തുടങ്ങും. നോ ലാക്ക്, അബണ്ടൻസ്. നോ കംപ്ലെയിനിങ്, ഗ്രാറ്റിറ്റ്യൂഡ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ പരമാത്മാവിനോടാണ് നന്ദി പറയേണ്ടത്. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന വീടിനോട് നന്ദി പറയണം. നമ്മുടെ ശരീരത്തിനോട് നന്ദി പറയണം. നമ്മുടെ കുടുംബത്തോട് നന്ദി പറയണം. മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടെ നമ്മളെ വിഷമിപ്പിക്കുന്നവരോട് നന്ദി പറയണം. അവർ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഈഗോ കുറേശ്ശെ താഴുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഇല്ലാതാവില്ല, അല്ലേ? എല്ലാവരോടും നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യങ്ങൾ കുറവാവുകയും സംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും. പരാതികളും വിമർശനങ്ങളുമാണ്
ആത്മാവിൻ്റെ ശക്തികളെ കുറയ്ക്കുന്നത്.